നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം നമ്മളെല്ലാവരും ഭാഗ്യ അന്വേഷികളാണ്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, ലോട്ടറി അടിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭാഗ്യങ്ങൾ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് എല്ലാ ആൾക്കാരും, ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ. അപ്പോ ആ ഭാഗ്യത്തിന് പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൽ. ചിലപ്പോൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാം. ഒരു ജോലിക്ക് ശ്രമിച്ച് വളരെയധികം ബുദ്ധിമുട്ടി ആ ജോലിയിൽ എത്താൻ ഒരു ചെറിയ അല്പം ദൂരത്ത് എത്തുമ്പോഴേക്കും ആ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നല്ല ജോലി ആയിരിക്കാം, അത് നഷ്ടപ്പെട്ടു പോയി. ആ ജോലിക്ക് വേറൊരു വ്യക്തി അവിടെ കയറുന്നു. അതൊരു ഭാഗ്യദോഷമാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചെറിയ നമ്പറുകൾക്ക് ചെറിയ വ്യത്യാസത്തിൽ ലോട്ടറി നമ്മുടെ കയ്യിൽ നിന്നും വേറൊരാളിലേക്ക് പോകുന്നു. ലോട്ടറി മാത്രമല്ല, നമ്മുടെ പല ഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഈ ജോലിയുടെ കാര്യത്തിലാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാറുള്ളത്. ഇനി എന്തിനു വേണം, നമ്മള് ഒരാളുടെ അടുത്ത് കുറച്ച് പൈസ വായ്പ ചോദിക്കുകയാണ്. അദ്ദേഹം നമ്മളെ അടുത്ത് തരാന്നൊക്കെ പറഞ്ഞു, ഓക്കെ ഡേറ്റ് ഒക്കെ പറഞ്ഞു, ആ ഡേറ്റ് എത്തുന്നതിന്റെ തലേ ദിവസം വിളിച്ചു പറയണ കാശ് അത് ഉണ്ടാവില്ല കേട്ടാ. അതും ഒരു ഭാഗ്യദോഷമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാഗ്യ തടസ്സങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് എല്ലാവരും ഉണ്ടാവുക, ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ. അപ്പോ നമ്മളെല്ലാവരും ഭാഗ്യാന്വേഷികളാണെന്ന് പറഞ്ഞു, പക്ഷെ ആ ഭാഗ്യത്തിന് തടസ്സം വരുന്നുണ്ട് എന്നും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം, തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ കൃത്യമായിട്ട് വളരെ കുറച്ചു പേർക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ചില നെഗറ്റീവ് ആണ് നമ്മുടെ ആ ഭാഗ്യം തടസ്സപ്പെടുത്തുന്നത്. അത് ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളായിട്ട് ഇടപഴകുന്ന ചില ആൾക്കാരിലായിരിക്കാം നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലും നമുക്ക് നെഗറ്റീവുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ പല ഭാഗ്യങ്ങളും പാതി വഴിയിൽ തടസ്സപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ട് ചില നെഗറ്റീവുകളെ അകറ്റാനുള്ള ചില പ്രയോഗങ്ങളെ കുറിച്ചാണ് പറയാറ്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഭാഗ്യസൂക്തം, വഴിപാടുകൾ. ഈ ഭാഗ്യസൂക്തം ദൗർഭാഗ്യങ്ങൾ അകറ്റി ഭാഗ്യം വരാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഭാഗ്യസൂക്തം കഴിപ്പിക്കാറ്. ഭാഗ്യസൂക്തം സാധാരണ വിഷ്ണു ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രങ്ങളിലും ഒക്കെ കഴിക്കാറുണ്ട്. അവിടെ നമുക്ക് നല്ല ഒരു കാര്യമാണ്. നമ്മുടെ ദൗർഭാഗ്യങ്ങളെ മാറ്റി ഭാഗ്യമാക്കി മാറ്റാൻ ഭാഗ്യസൂക്തം കൊണ്ട് കഴിയുന്നതാണ്. നിരന്തരമായിട്ട് ഭാഗ്യസൂക്തം വഴിപാടുകൾ കഴിപ്പിക്കുന്നവർക്ക് കുറെ കാലത്തിന് ശേഷം നമുക്ക് ഭാഗ്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അത് പെട്ടെന്ന് സാധ്യമാവാറുണ്ട്. അപ്പൊ ഭാഗ്യസൂക്തം വഴിപാടിന് അത്ര ഗുണമുണ്ട് എന്നുള്ളത് അർത്ഥം. പക്ഷെ എന്നാൽ ചില ആൾക്കാർ ഇതൊന്നും ഫലിക്കാറില്ല. ഒരു ഭാഗ്യസൂക്തവും ചില ആൾക്കാരിൽ ഫലിക്കാറില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് ചെറിയ 2-3 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ ഭാഗ്യം തടസ്സപ്പെടുന്നവർക്കായിട്ട് ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഈ ഒരു നെഗറ്റീവ് എനർജി അഥവാ പൈശാചികമായ ഒരു ശക്തി നമ്മുടെ ആ വീടും പരിസരത്തിലും നമ്മളിലും ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങൾക്കും തടസ്സം വരാൻ കാരണം. കാണാൻ കഴിയാത്ത ഒരു ശക്തി, അതായത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജിയുടെ അതിപ്രസരണം കൊണ്ടാണ് നമ്മളെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ ഒരു ചെറിയ ടിപ്സ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് തീർച്ച തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഒരു ചില്ല് ഗ്ലാസ്സിൽ, അതായത് കുപ്പി ഗ്ലാസ്സിൽ നിറച്ചു വെക്കുക. നിറച്ചിട്ട് നമ്മുടെ വീടിന്റെ കിഴക്കേ മൂലയിൽ ഇത് കൊണ്ടുവയ്ക്കുക.
കിഴക്കേ മൂലയിൽ ഇത് കൊണ്ടുവച്ച് പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കുക ശ്രദ്ധിക്കുക. അങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ കല്ലുപ്പ് അലിഞ്ഞ് പോകുന്നതാണ്. അങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കല്ലുപ്പ് എടുത്ത് മാറ്റി പുതിയ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ കല്ലുപ്പ് വീണ്ടും ഇട്ടുവെക്കുക. ഇങ്ങനെ തുടരെ ചെയ്യുമ്പോൾ ആ ദൗർഭാഗ്യം നീങ്ങി ഭാഗ്യമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു വളരെ ചെലവ് ചുരുങ്ങിയ ഒരു കാര്യമാണ്, ധാരാളം ഫലപ്രാപ്തി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തു നോക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ പാടെ മാറാൻ സാധ്യത കൂടുതലാണ്. കാരണം വളരെയധികം ബുദ്ധിമുട്ടും തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്രയോഗം തന്നെയാണ് ഈ കല്ലുപ്പ് പ്രയോഗം. അപ്പൊ ഈ കല്ലുപ്പ് നമ്മുടെ വീടിന്റെ കിഴക്കേ മൂലക്കിലാണ് വെക്കേണ്ടത്, ഒരു കുപ്പി ഗ്ലാസ്സിൽ എന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഒരു ടിപ്സ് ഞാൻ പറയാം. നമ്മുടെ വീട്ടില് ഇതേ രീതിയിൽ കിഴക്കേ മൂലയെന്നല്ല, ഇത് എവിടെയും വേണമെങ്കിൽ വെക്കാം. നമ്മുടെ സാമ്പ്രാണി തിരി കിട്ടും വാങ്ങിക്കാൻ. സാമ്പ്രാണി തിരി നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെക്കുക. അത് ഒറ്റ സംഖ്യയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. 1, 3, 5, 7, 1, 3, 5, 7 ഇങ്ങനെ നമ്മുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് കത്തിക്കാം. 1 കത്തിച്ചാലും മതി, അല്ലെങ്കിൽ 3 കത്തിക്കാം, 5 കത്തിക്കാം, 7 കത്തിക്കാം. ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ നമുക്ക് ഇത് കത്തിച്ചു വെക്കാം. ഇതും നമ്മുടെ ദൗർഭാഗ്യങ്ങളെ നീക്കി ഭാഗ്യം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ 2 പ്രവർത്തികൾ നിങ്ങൾ ചെയ്തു നോക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് സാധാരണക്കാർക്ക്, അതായത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥലത്ത്, ഓഫീസിൽ, നമ്മൾ നല്ല രീതിയിൽ ഒരു ഓഫീസൊക്കെ ഇട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ കാര്യമായിട്ട് ബിസിനസ്സുകളും നടക്കാതെ വരിക, ഈ നമ്മുടെ കസ്റ്റമർ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ, ബിസിനസ് നടക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ, അതൊക്കെ നമ്മളോട് താല്പര്യമില്ലാതെ വരിക, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അവരെതിരെ പറഞ്ഞിട്ട് പോവുക, നമ്മുടെ ഷോപ്പിലേക്ക് ആരും കയറാതിരിക്കുക. ഇതൊക്കെ നെഗറ്റീവ് എനർജി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ക്ഷുദ്ര പ്രയോഗങ്ങൾ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാണ്. ഇതിന് നമ്മൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു നോക്കുക. ചെറിയ ചെലവിൽ ചെയ്യാവുന്ന പ്രത്യേകിച്ച് ചെലവ് എന്ന് പറയാനില്ല, ചെറിയ ചെലവിൽ ചെയ്യാവുന്ന ഒരു പ്രയോഗങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതിലും നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു അസ്ട്രോളജറെ സമീപിക്കുക. എന്നിട്ട് നിങ്ങളുടെ പേരിൽ ഒരു ആശി വെച്ച് നോക്കുക. എന്താണോ നിങ്ങളുടെ പ്രശ്നം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു തരുന്നതായിരിക്കും. കണ്ടുപിടിച്ച തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോ ഇത്തരം പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ പ്രവൃത്തി ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. എങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ എപ്പിസോഡിലൂടെ ഈ കാര്യം പറഞ്ഞു. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. പുതിയൊരു അറിവുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ